എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2025 ജൂൺ മാസത്തിലെ ഫലങ്ങൾ എങ്ങനെയാണ്, നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. പെൻഡുലം വെച്ചിട്ടാണ് കേട്ടോ പറയാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. പൊതുവില് നല്ല ഉയർച്ചയുടെയും ജീവിത വിജയത്തിന് വേണ്ടുന്ന ഓരോരോ ചവിട്ടുപടികൾ വെക്കാൻ തുടങ്ങുന്നതിൻ്റെയും ഒക്കെയുള്ള ഒരു പ്രാരംഭ നടപടികൾ എടുക്കുന്നൊക്കെ ഒരു ടൈമാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. മാനസികമായി ചെറിയ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും കൂടുതലും സന്തോഷകരമായ സിറ്റുവേഷൻ കൂടി തന്നെയാവും ഈ മാസം കടന്നു പോവുക കേട്ടോ. അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്കും പൊതുവിൽ മാനസികമായിട്ട് സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉള്ള മാസമാണെങ്കിലും ചെറുതായിട്ടുള്ള അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. കൃത്യമായ രീതിയിലുള്ള പരദേവതാ പ്രീതി വരുത്തുന്നത് ഈ വിഷമസന്ധികളെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. അടുത്തത് നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ ഗുണഫലങ്ങളെ തന്നെ പ്രദാനം ചെയ്യുന്ന മാസമാണ്. എന്നിരിക്കലും ചെറിയ പ്രശ്നങ്ങളും അതുപോലെ ചെറിയ ചെറിയ ബാധ്യതകളും ഒക്കെ കടന്നു വരാനും സാധ്യതയുള്ള മാസമാണ്. അതിന് പൂർവികമായിട്ട് ആചരിച്ചിരുന്ന ദേവതാബന്ധങ്ങളെ വീണ്ടും മുടങ്ങിക്കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ. അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ദേഹാരിഷ്ടതകളും മനപ്രയാസങ്ങളും ഒക്കെ ഏറുന്ന മാസമാണെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭജനവും ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്നതും ഒക്കെ നല്ലതാണ് ഈ മാസത്തിൽ. അതുപോലെ തന്നെ നമുക്ക് മകയിരം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് വളരെ കാലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങുന്ന മാസമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ അരിഷ്ടതകളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തത് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ നല്ല സമയമാണ്. കുറച്ച് ദുരിതങ്ങളും അല്ലെങ്കിൽ കുറച്ച് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും തൊഴിലിൽ നിന്ന് നമുക്ക് ഉന്നതി ഉണ്ടാകുവാനും അതിൽ നിന്ന് തൊഴിലിൽ നിന്ന് ധാരാളം ധനമൊക്കെ നമ്മുടെ കൈവശം വരുവാനുമൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. അടുത്തത് നമുക്ക് പുണർദം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. പുണർദം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ രീതിയിലും വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ച് പാൽപായസ നിവേദ്യമൊക്കെ നടത്തുന്നത്, ക്ഷേത്രത്തിൽ നടത്തുന്നത് കുറച്ചും കൂടി നമുക്കൊരു ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യുന്ന മാസമാണ്. അടുത്തത് നമുക്ക് പൂയം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ കണ്ടുമുട്ടുവാനും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി നേടിയെടുക്കുവാനും മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരയവ് വരുവാനും ഒക്കെ സാധിക്കുന്ന മാസമാണ്. കൂടുതലായിട്ടും ഇഷ്ടദേവത പ്രീതി വരുത്തുന്നത് ഈ സമയത്തുള്ളതായ ദുരിത ഫലങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. മാനസികമായിട്ടൊക്കെ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന മാസം തന്നെയാണ്. എന്നിരിക്കലും ചെറിയ പ്രശ്നങ്ങളും ഇതിനിടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള നാഗരാജ പ്രീതി വരുത്തുന്നത് കുറേയധികം ദുരിതങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് നല്ല ഗുണഫലങ്ങളെ തന്നെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് കേട്ടോ. അടുത്തത് നമുക്ക് മകൻ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. മകൻ നക്ഷത്രക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ കടന്നു പോകുന്നൊരു മാസമാണ്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ തന്നെയും ഒന്ന് കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ടും മനോധൈര്യം കൊണ്ടുമൊക്കെ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അടുത്തത് നമുക്ക് പൂരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. പൂര നക്ഷത്രക്കാർക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും വിജയം തന്നെയാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. എന്നിരിക്കലും
ഈ കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന, അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടൊക്കെ ജീവിത വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശാസ്താ ഭജനം ചെയ്യുന്നത് കൂടുതൽ ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് കേട്ടോ ഈ ജൂൺ മാസം. അടുത്തത് നമുക്ക് അത്തം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. അത്തം നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ ഈശ്വരാനുകൂലമുള്ള മാസം തന്നെയാണ്. എന്നിരിക്കലും ചെറുതായിട്ടുള്ള രോഗാരിഷ്ടതകളും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടുമെങ്കിലും ഇവയെല്ലാം കൃത്യമായ രീതിയിലുള്ള ഉപാസന കൊണ്ട് നമ്മൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. ശിവക്ഷേത്ര ദർശനവും ശിവഭജനവും ഉത്തമമാണ് ഈ ജൂൺ മാസത്തിൽ ഈ അത്തം നക്ഷത്രക്കാർക്ക് കേട്ടോ. അടുത്തത് നമുക്ക് ചിത്തിര നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചിത്തിര നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ നല്ല അനുകൂല സമയമാണെങ്കിലും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മനസ്സിന് സ്വയം ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. ഏതിനിറങ്ങുമ്പോഴും അതിനെല്ലാം ഒരു തടസ്സം മുന്നിട്ട് നിൽക്കുന്നതായിട്ട് സ്വയം ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതിന് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കഴിവുപോൽ വഴിപാടും പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തത് നമുക്ക് ചോതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാർക്കും പൊതുവിൽ ചെറിയ ദേഹാരിഷ്ടതകളും ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉയർച്ചയും അതുപോലെ സാമ്പത്തികമായ മേന്മയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. കൃത്യമായ രീതിയിലുള്ള മുരുക ഭജനം കൊണ്ട് കുറേയധികം ദുരിതങ്ങളെയൊക്കെ ശമിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിയുന്ന ഒരു മാസമാണ് കേട്ടോ ഈ സമയം. അതുപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മിച്ചെടുത്ത് നടത്തുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണിത്. അടുത്ത് നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. വിശാഖ നക്ഷത്രക്കാർക്കും പൊതുവിൽ ബിസിനസ്സിലൊക്കെ വിജയവും സാമ്പത്തികമായ നേട്ടങ്ങളും മേന്മയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും എന്തോ ഒന്ന് നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടദേവതാ ഭജനം നടത്തുകയും ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നമ്മുടെ ആചരണം അനുസരിച്ചുള്ള നിഷ്ഠകളൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന സമയമാണ്. ചെറിയ ചെറിയ ദേഹാരിഷ്ടതകളും രോഗാരിഷ്ടതകളും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന മാസമാണ് കേട്ടോ ജൂൺ മാസം. അടുത്തത് നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവിൽ ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അല്പം ശ്രദ്ധിക്കണം എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ല ഉത്കർഷേച്ഛയും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. എപ്പോഴും മാനസികമായിട്ടുള്ള കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരാധന കൊണ്ട് നമ്മുടെ ഇഷ്ടമൂർത്തി ഭജനം കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്തത് നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവിൽ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. ആരോപണങ്ങളും കുറച്ച് എന്താ പറയുക ദുഷ്പ്രചരണങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതിനെയെല്ലാം ഓവർകം ചെയ്ത് നല്ല രീതിയിൽ കയറി പോകുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ ഇത്. അടുത്തത് നമുക്ക് മൂലം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. മൂല നക്ഷത്രക്കാർക്ക് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയതായിട്ട് ഇറങ്ങുന്ന ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഒരു തടസ്സം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ കൃത്യതയോടുകൂടി തന്നെ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ച് അതിനു വേണ്ടി ഇറങ്ങിയില്ല എങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ നമുക്ക് പൂരാട നക്ഷത്രത്തിന്റെ ഫലം നോക്കാം. പൂരാട നക്ഷത്രക്കാർക്കും ചെറിയ ദേഹാരിഷ്ടതകളും മനപ്രയാസങ്ങളും ബിസിനസ് പരമായിട്ടുള്ള ചെറിയ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വളരെ നല്ല വിജയവും അതുവഴി ജീവിതത്തിൽ നല്ല ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസം തന്നെയാണ് ഈ ജൂൺ മാസം.
കൃത്യമായിട്ടുള്ള ക്ഷേത്ര ദർശനം കൊണ്ടും അല്ലെങ്കിൽ ദേവീ ഭജനം കൊണ്ടൊക്കെ ഒരുപാട് ദുരിതങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് പൂരാട നക്ഷത്രക്കാർക്ക്. അടുത്തത് നമുക്ക് ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ല എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതിന് വളരെ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേട്ടോ. ഏത് കാര്യങ്ങൾക്കും കുറെ മുൻവിധികളില്ലാതെ ഇറങ്ങി കഠിനമായ പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ ഇത്. അടുത്തത് നമുക്ക് തിരുവോണം നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവിൽ മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞ് മനസ്സിന് വളരെ ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസം തന്നെയാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് ആരോടും അധികം കയർത്തൊന്നും സംസാരിക്കാതിരിക്കാൻ നോക്കുക. പെട്ടെന്നുള്ള പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസം തന്നെയാണ്. എന്നിരിക്കലും വളരെ നല്ല രീതിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു മാസവുമാണ് കേട്ടോ. അടുത്തത് നമുക്ക് അവിട്ട നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം. മാനസികമായിട്ടുള്ള കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന പടവുകളൊക്കെ താണ്ടാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് കേട്ടോ ഇത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി ചെയ്യുവാനായിട്ട്. ഇല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് കേട്ടോ. എന്നിരിക്കലും പൊതുവിൽ വളരെയധികം ദൈവാധീനവും അതിലുപരി നമ്മൾക്ക് നല്ല സന്തോഷവും ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. അടുത്തത് നമുക്ക് ചതയം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയൊരു മന്ദത തോന്നുമെങ്കിലും ഒന്ന് ഊർജിതമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ അതിലെല്ലാം നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അത് നടക്കുന്ന ഒരു മാസം തന്നെയാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ ക്രയവിക്രയങ്ങൾ വസ്തു വാങ്ങാനും വിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ എപ്പോഴെങ്കിലും അനുഭവപ്പെടുകയാണ് എങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പ്രീതി വരുത്തുക, അല്ലെ പരദേവതാ പ്രീതി വരുത്തുക, കുടുംബദേവതാ പ്രീതി വരുത്തുക തുടങ്ങിയ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അടുത്തത് നമുക്ക് പൂരുരുട്ടാ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. പൂരുരുട്ടാ നക്ഷത്രക്കാർക്കും പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ആരോപണങ്ങളും കുറച്ച് വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും വലിയ കൂസലില്ലായ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെയൊക്കെ അങ്ങ് തരണം ചെയ്ത് ഓവർകം ചെയ്തു പോകാൻ നമുക്ക് സാധിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടദേവതാ പ്രീതി വരുത്തി എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് കേട്ടോ ഇത്. അടുത്തത് നമുക്ക് ഉത്രട്ടാ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഉത്രട്ടാ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിൽ പൊതുവിൽ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. തൊഴിൽ വിജയം അതുപോലെ തന്നെ സാമ്പത്തികമായ മേന്മയൊക്കെ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഏത് കാര്യത്തിന് എങ്ങനെ ഇറങ്ങിയാലും വിജയിക്കുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മാസമാണ്. ശാസ്താവിൻ്റെ പ്രീതി വരുത്തുന്നത് എല്ലാ ദുരിതങ്ങൾക്കും ഒരു ശമനം വരുത്തുവാൻ സാധിക്കും എന്നുള്ളതും നമ്മൾ എടുത്തു പറയുന്നു കേട്ടോ. അടുത്തത് നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. രേവതി നക്ഷത്രക്കാർക്കും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളിലും തുടങ്ങിയാൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസവും, അതുപോലെ തന്നെ അത്യാവശ്യം ഏത് രീതിയിൽ നമുക്ക് എന്ത് ബിസിനസ്സിന് ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചിറങ്ങുകയാണെങ്കിൽ വൻ വിജയം നേടുവാനും സാധിക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ടൊക്കെ ലേശം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ വളരെ നല്ല സാമ്പത്തികമായ മേന്മ ഉണ്ടാക്കി തരുന്ന ഒരു മാസമായിരിക്കും ഈ ജൂൺ മാസം കേട്ടോ. അപ്പോഴേ എല്ലാ നക്ഷത്രക്കാർക്കും വളരെ നല്ല ഗുണങ്ങളെയും നല്ല മേന്മയും ഉയർച്ചയും എല്ലാം തരുന്നതാണ് ജൂൺ മാസം. എന്നിരിക്കലും നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും കുറച്ച് നമ്മൾ സന്ദർഭോചിതമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. പൊതുവിൽ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയാണല്ലേ, ജൂണിലേക്ക് മഴയാണ്. അപ്പോൾ പൊതുവിൽ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും അത് വെച്ചുകൊണ്ടിരിക്കാതെ
ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഈ മാസം പ്രശ്നമൊന്നുമില്ല, അല്ലെ ആരോഗ്യം എൻ്റെ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യസമയത്ത് ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ഔഷധം സേവിക്കുകയും കൃത്യമായ പഥ്യം ആചരിക്കുകയും ചെയ്യേണ്ടതും കൂടി അത്യാവശ്യമാണ് കേട്ടോ ആരോഗ്യപരമായ നിലനിൽപ്പിന്. ഇപ്പോൾ എൻ്റെ സമയം നല്ലതാണ്, എനിക്ക് രോഗങ്ങളൊന്നും ഈ മാസം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം പ്രകൃതിയാണ്, പ്രകൃതിയിൽ എപ്പോഴും നമുക്ക് എന്താ പറയുക, പനി അല്ലെങ്കിൽ മഴയൊക്കെ കൂടുമ്പോൾ മഴക്കാല അസുഖങ്ങളും എപ്പോഴും കൂടുതലായിട്ട് വരാറുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് എന്ത് രോഗങ്ങൾ വന്നാലും അതെനിക്ക് ഈ മാസം ഈ രോഗം വരില്ല എന്നൊന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാതെ കൃത്യമായ ഡോക്ടറെ കണ്ട് വൈദ്യനിർദ്ദേശം പാലിക്കണം കേട്ടോ. അതെടുത്തു പറയുകയാണ്. കാരണം ചില രോഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് സഡനായിട്ട് വരുന്നതാവും. അതൊരിക്കലും നമ്മുടെ നക്ഷത്രത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്തിൻ്റെയോ ഒന്നും ആവില്ല. അത് ആ ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ചല്ല, കാലത്തിൻ്റെ ഒരു പ്രകൃതിയുടേതായ ഒരു വികൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഈ മാസം രോഗമൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ തന്നെ അങ്ങ് മാറിക്കോളും എന്ന് സ്വയം ചികിത്സ കൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലും ചെറുതായിട്ടുള്ള വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള പ്രാർത്ഥനകളും ചെയ്യുക, ആ കൂടെ ഔഷധങ്ങളും കഴിക്കുക. അപ്പോൾ എന്ത് പ്രശ്നങ്ങളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും കേട്ടോ. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.